എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിന്ന് പോകുന്നത് അരവഞ്ചാൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾക്കൊരു തോട്ടമുണ്ട്. അപ്പോൾ അവിടെ കുറച്ച് പണിയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ശനിയാഴ്ച പോകാൻ പറ്റിയില്ല കൂലി കൊടുക്കാൻ. അപ്പം ഞായറാഴ്ച ഇന്ന് പോവുകയാണ്. അപ്പം എൻ്റെ വണ്ടി പണിക്ക് വെച്ചിരിക്കുകയാണ്. അപ്പം അത് സർവീസിന് പോയിരിക്കാം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ബസ്സിനാണ് ഞാൻ വന്നത്. അപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് ഒരു 1.5 കിലോമീറ്റർ നടക്കാനുണ്ട്. അപ്പോൾ അതിന് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ നടന്നാണ് വന്നത്. ഞാൻ ഓട്ടോ പിടിക്കാനൊന്നും നിന്നില്ല, നടന്നാണ് വന്നത്. ഞങ്ങൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ആ കാണുന്ന വീടാണ്, ആ സ്ഥലത്തൊരു ചെറിയ വീട് എടുത്തിട്ടുണ്ടായിരുന്നു. ആ വീടാണ് കാണുന്നത്. അപ്പം ഞാൻ അതിൻ്റെ അടുത്തുള്ള വീട്ടിൽ, ഇതാണ് കൃഷ്ണേട്ടൻ്റെ വീട്. അപ്പോൾ അവരാണ് നോക്കുന്നത് സ്ഥലമൊക്കെ. പിന്നെ അവിടുത്തെ ചേച്ചിയാണ് ഇവിടെ വീട്ടിലൊക്കെ സഹായത്തിന് വരുന്നതാണ്. സൗദ ചേച്ചിയുടെ വീടാണത്. അപ്പോൾ കൃഷ്ണേട്ടൻ ഞാൻ ചെല്ലുമ്പം ചക്ക വെട്ടി പശുവിന് കൊടുക്കുമായിരുന്നു. അപ്പോൾ ചേച്ചി നട്ടിരിക്കുന്ന 2 ചെത്തി ആണിത്. ഒന്ന് കുടച്ചെത്തി, ഒന്ന് പിങ്ക് കളറുള്ളതും. അപ്പം ഞാൻ സ്ഥലമൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം. ചേച്ചി അവിടെ പണിയെടുക്കുന്നുണ്ട്, കവുങ്ങിന് തടം എടുക്കുന്നുണ്ട്. കുറച്ച് ഭാഗം ബാക്കിയുണ്ടായിരുന്നു, ഇന്നലെ കൊണ്ട് തീർന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ പണിയൊക്കെ ചേച്ചി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വീടിൻ്റെ അങ്ങോട്ട് കയറി. വീടിൻ്റെ ഉള്ളിലൊന്നും കയറിയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ആകെ തേച്ച് മാത്രമേ ഇട്ടിട്ടേ ഉള്ളൂ. ബാക്കി പണിയുണ്ട് ഇനി എടുക്കാൻ. ടൈൽസ്, വയറിങ്ങിൻ്റെ പണി, അങ്ങനെ എല്ലാ പണിയുണ്ട് ബാക്കി ഇനി. അപ്പോൾ ഇത് കഴിഞ്ഞ കൊല്ലം വരെ കരാറിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇക്കൊല്ലം തൊട്ട് ഞങ്ങളാണ് ചെയ്യാൻ തുടങ്ങുന്നത്. കവുങ്ങൊക്കെ ഏകദേശം ഇത്ര ആയിട്ടുണ്ട്. 2023 വെച്ചതാണിത്. അതുവരെ ഇത് റബ്ബറായിരുന്നു ഉണ്ടായിരുന്നത്, റബ്ബർ തോട്ടമായിരുന്നു. അത് മുറിച്ച് കഴിഞ്ഞിട്ട് തെങ്ങും കവുങ്ങും വെച്ചു. ഇടയ്ക്കായിട്ട് ഫ്രൂട്ട്സിൻ്റെ ചെടി നട്ടിട്ടുണ്ട്. ഇത് ഞാൻ ഒരു ടാങ്ക് ആക്കിയതാണ് ചാണകം കലക്കാൻ വേണ്ടിയിട്ട്. ചാണകവും വേപ്പിൻ പിണ്ണാക്ക് അങ്ങനെയെല്ലാം കൂടെ കലക്കി ഒഴിക്കാൻ വേണ്ടിയിട്ട്. പശു ഇപ്പം ഇല്ല. ഇപ്പം കൃഷിയുടെ അടുത്തൊരു പശുവുണ്ട്, അതിൻ്റെ ചാണകം എടുക്കണം. ഇനി പശുവിൻ്റെ ഒരെണ്ണം വാങ്ങിക്കണമെന്നുണ്ട്. ഇപ്പോൾ പതുക്കെ അതെല്ലാം ചെയ്യാമെന്ന് വെച്ച്. കവുങ്ങൊക്കെ ചൊട്ടിയിട്ട് വരുന്നുണ്ട്. അടുത്ത കൊല്ലത്തിനാകുമ്പോൾ തന്നെ കായ്ക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് ചിലതൊക്കെ ചൊട്ടിയിട്ട് എല്ലാം ഒരേ വലുപ്പത്തിലല്ല ഇപ്പം നിൽക്കുന്നത്. അപ്പോൾ ചക്കയൊക്കെ ബാക്കിയുണ്ട് ഇനി. ഇത് പണ്ടുണ്ടായിരുന്ന റബ്ബർ പുരയല്ല, മെഷീൻ പുരയായിരുന്നു ഉണ്ടായിരുന്നത്. മെഷീൻ എടുത്ത് മാറ്റിയായിരുന്നു. അപ്പോൾ ഇതിന് മുകളിൽ വരെ ഒന്ന് കയറിയിട്ട് വരാമെന്ന് വെച്ച് നടക്കുമായിരുന്നു. ചേട്ടനുണ്ട് മുകളിലോട്ട് വരാൻ വേണ്ടിയിട്ട്. ഇതാ ചാമ്പ ഒരെണ്ണം ഉള്ളത്. കുറേ എണ്ണം ചാമ്പയാണ് ഉള്ളത് വെച്ചിരിക്കുന്നത്. പിന്നെ റംബൂട്ടാൻ, പിന്നെ ചിക്കുവിൻ്റെത്, അങ്ങനെ കുറേ ഫ്രൂട്ട്സിൻ്റെ തൈ വെച്ചിട്ടുണ്ട്. പക്ഷെ ചാമ്പ അത്ര അത്യാവശ്യമില്ലാത്തതായിപ്പോയി. അതധികം ആരും കഴിക്കുന്നില്ലല്ലോ. ഇത് ഏറ്റവും മുകളിലെത്തുമ്പോൾ കാണുന്നതാണ്. ഇവിടെ ആയിരുന്നു വീടെങ്കിൽ കുറച്ചുകൂടി ഒരു വ്യൂ ഉണ്ടായിരുന്നു. താഴെ ഇപ്പോൾ റോഡിൻ്റെ സൈഡിൽ തന്നെ വീടെടുത്തിരിക്കുന്നത്. ഇപ്പം ഇവിടുന്ന് ഈ ഭാഗത്തായിട്ട്, മോൾ ഭാഗത്തായിട്ട് കുറച്ച് കുരുമുളകിൻ്റെയും കൂടെ വെക്കാനുണ്ട് ഇനി. അപ്പോൾ കൃഷ്ണേട്ടൻ അതെല്ലാം കാണിച്ചു തരുമായിരുന്നു എവിടെയാണ് വെക്കേണ്ടതെന്നുള്ളത്. കുരുമുളകിൻ്റെ തൈ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അത് നട്ടാനായിട്ട് കാലാദ്യം നാട്ടണം. അപ്പോൾ അതിൻ്റെ കാര്യമൊക്കെ പറയുമായിരുന്നു. ആ ഭാഗത്തൂടെയൊക്കെ നടാന്നുള്ളത്. ഇടയ്ക്കൊക്കെ ഇച്ചിരി പാറയായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കിയുള്ള സ്ഥലത്തൊക്കെ കുരുമുളകിൻ്റെ കൊന്നയുടെ കമ്പ് നടാമെന്ന് വിചാരിച്ച്, കന്നിട്ട് കുരുമുളക് കയറ്റാമെന്ന്. അപ്പം ചവറിറക്കാനും ആയല്ലോ, മറ്റേ ബാക്കിയുള്ള തെങ്ങിനൊക്കെ ഇടണമെങ്കിൽ. അപ്പോൾ തെങ്ങും കുറച്ച് എണ്ണമൊക്കെ പോയിട്ടുണ്ട്. അതൊക്കെ ഈ പ്രാവശ്യത്തിന് മാറ്റി വെക്കണം. എല്ലാത്തിനും ഒരേ വലുപ്പത്തിലുള്ള വളർച്ചയൊന്നും ആയിട്ടില്ല. ഈ പ്രാവശ്യം തൊട്ട് വളമൊക്കെ ഇട്ട് നോക്കിയെടുക്കണം ഇത്. അപ്പോൾ ഇവിടുന്ന് താഴെ ഒരു ചെരിവുള്ള സ്ഥലമാണ്. മുകളിൽ വരെ കയറിയപ്പോൾ ഞങ്ങൾ താഴോട്ട് ഇറങ്ങുക. മാവൊക്കെ ഉണ്ട്. മാവൊന്നും കായ്ക്കാൻ തുടങ്ങിയിട്ടില്ല. മാവും പ്ലാവും കൂടുതലുള്ളത്. മാവിൻ്റെ ഒരെണ്ണം മാത്രമേ കായ്ച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതിപ്പോൾ കൃഷ്ണൻ്റെ കയ്യിലുണ്ട്. 2 മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു. ചാമ്പ മാത്രമേ എനിക്കത്ര ഉപകാരമില്ലാത്തതെന്നല്ല, ഒരുപാടായി നമുക്ക് കഴിക്കാൻ പറ്റില്ല, കടയിലൊന്നും എടുക്കുന്നതല്ലല്ലോ. ഇപ്പം ഇത് ലോങ്ങൻ്റെ ഒരു തൈയുണ്ട്, ഒരെണ്ണേ ഉള്ളൂ ലോങ്ങൻ്റെത്. പിന്നെ ഒരെണ്ണം അബിയും ഉണ്ട്. കൂടുതലുള്ളത് പ്ലാവ് തന്നെയാണ്, പ്ലാവും മാവും. ഇതൊരു ചാമ്പ, പച്ച കളർ ചാമ്പയുടെയാണ് ഇത്. പക്ഷെ ചിലതിന് മധുരം ഉണ്ട്. അത്ര മോശമെന്ന് പറയാൻ പറ്റത്തില്ല. എന്നാലും പക്ഷെ നമുക്ക് ഒരുപാടായി അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. കടയിൽ വല്ലതും എടുക്കുന്നതൊക്കെ ആണെങ്കിൽ നമുക്ക് ഉപകാരം ഉണ്ടാവുള്ളല്ലോ. എന്ന് വെച്ചാൽ എവിടെയെങ്കിലും വെറുതെ വേസ്റ്റാക്കി കളയണ്ടല്ലോ. പിന്നെ കൂടെ പക്ഷികൾക്കൊക്കെ ഉപകാരമാകും. സപ്പോട്ടയും കഴിക്കാൻ തുടങ്ങിയിട്ട് ഒരു 5-6 സപ്പോട്ടയുണ്ട്. അപ്പം ഇതിലും വലിയ കായ വീട്ടിലുള്ളതിൻ്റെ ഉള്ളത്. ഇപ്പം ഇവിടെ ഇപ്പം നട്ടുടനെ ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ചെറിയ കായ വരുന്നത്. അപ്പം ഞാനതെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ടെത്തി. വീട്ടിലെത്തിയപ്പോഴത്തേന് ലിയോ എന്ന് പറഞ്ഞ് ഞങ്ങൾ വിളിക്കുന്ന അത് ബസ് സ്റ്റോപ്പിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ അങ്ങോട്ട് പോയപ്പോഴും എൻ്റെ കൂടെ ബസ് സ്റ്റോപ്പിൽ വന്നിരുന്നായിരുന്നു. അപ്പോൾ തിരിച്ചിറങ്ങുന്ന സ്റ്റോപ്പിൽ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ വീട്ടിലോട്ട് വന്നു.
എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമെന്ന് വെച്ചിട്ട് എൻ്റെ മുമ്പിൽ ഓടുന്നത്. ഞാൻ അങ്ങോട്ട് പോയപ്പം കടയിൽ നിന്ന് ഒരു ബിസ്ക്കറ്റ് വാങ്ങിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് 2 ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കറിയാമായിരുന്നു ഞാൻ തിരിച്ചു വരുമ്പോഴും ഇവിടെ തന്നെ ഉണ്ടാവുമെന്ന്. അപ്പോൾ അതെൻ്റെ കയ്യിലുണ്ട്. അപ്പം ഞാൻ ഗേറ്റിൻ്റെ അടുത്ത് എത്തിയിട്ട് അത് കൊടുക്കാമെന്ന് വിചാരിച്ചു, വഴിയിൽ നിന്ന് കൊടുക്കണ്ടാന്ന്. അപ്പം നേരെ വീടിൻ്റെ അടുത്തോട്ട് തന്നെയാണ് പോകുന്നത്. അപ്പം നമ്മൾ പുറത്ത് പോയാലൊക്കെ അതിനെ അറിയാം, കാണുമ്പോൾ തന്നെ ഓടി വരും. അപ്പം ഞാൻ വീട്ടിലെത്തി അവൻ തന്നെ ആദ്യം വീടിൻ്റെ അങ്ങോട്ട് കയറുന്നത്. ഞാൻ അവിടുന്ന് ബിസ്ക്കറ്റ് പൊട്ടിച്ചിട്ട് കൊടുത്തു. അപ്പം അത് കഴിച്ചിട്ട് ഉള്ളിലോട്ട് വന്നായിരുന്നു. പിന്നെ ഇപ്പം ഞാൻ വീടിൻ്റെ അങ്ങോട്ട് നടന്ന് ഇവിടെ ഇപ്പം ഇന്നലെ മഴ പെയ്തുകൊണ്ട് വെള്ളമൊക്കെ ഒഴിക്കേണ്ടി വന്നിട്ടില്ല. കുറേയൊക്കെ കാടൊക്കെ കയറിയിട്ടുണ്ട്. ഇനി അതൊക്കെ ഒന്ന് ശരിയാക്കണം. ഇപ്പം കുറച്ച് ദിവസമായിട്ട് അടുപ്പിച്ച് മഴയുണ്ടായിരുന്നേ. അപ്പം ഞാൻ വീടെത്തിയിട്ടുണ്ട്. അപ്പം അന്ന് കൊണ്ടുവന്നത് ഞാൻ അതിനകത്ത് 2 മാങ്ങ ഉണ്ടായിരുന്നു, പിന്നെ മുട്ടപ്പഴത്തിൻ്റെയാണ് കൊണ്ടുവന്നത്. മുട്ടപ്പഴം എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നത് പഴം കഴിച്ച് നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യമൊക്കെ എനിക്ക് തിന്നാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇത് മാങ്ങയ്ക്ക് ചെറിയൊരു കേടൊക്കെ വരുന്നുണ്ട്. അത് പക്ഷെ എന്നാലും അത് പുഴുവൊന്നുമല്ല. പിന്നെ ഇച്ചിരി നാര് കൂടിയ മാങ്ങയത്. പിന്നെ ഒരു ടേസ്റ്റിന് വ്യത്യാസമുണ്ട്. പിന്നെ അത്ര ദശ കുറഞ്ഞതാണ് മാങ്ങ. അപ്പോൾ മുട്ടപ്പഴം ഒരു 4-5 എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പഴുത്ത് കഴിഞ്ഞ് തിന്നാൻ പറ്റുന്നതാണ്, കുഴപ്പമില്ല. ഞാൻ പ്രതീക്ഷിച്ച പോലെ ആയിരുന്നില്ല. ഞാനവിടെ എത്തിയപ്പോൾ തന്നെ ജൂഡി അവിടുന്ന് ബഹളാക്കുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് നോക്കാനായിട്ട് ഇറങ്ങിയതാ. അപ്പോൾ രായ ഒരു ഉടുമ്പിനെ ഇട്ട് ഓടിച്ചു. അപ്പോൾ ആ ഉടുമ്പ് ഈ വേസ്റ്റ് വെള്ളം പോകാനായിട്ട് അവിടെ ഒരു കുഴിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് മൂടി വെച്ചിരിക്കുന്ന ടൈൽസ് ഇട്ടിട്ട് അതിൻ്റെ ഇടയിലോട്ട് കയറി. അപ്പോൾ ആ രായ അതും തപ്പിക്കൊണ്ട് നിൽക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഇത്രയേ ഉള്ളൂ. രായ കുറേ നേരം അവിടെ നിന്നിട്ട് തിരിച്ചു പോകുന്നായിരുന്നു. അപ്പോൾ ഇതിനെന്നാളിലും കിട്ടിയില്ല, അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ചെറിയ ഒരു വീഡിയോ. അപ്പോൾ ഇനിയും ഞാൻ ആ സ്ഥലത്ത് പോകുമ്പോൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ ആയി കഴിയുമ്പോൾ കുറച്ചുകൂടെ കാണാനായിട്ട് നല്ലതായിരിക്കും. അപ്പം ഞാൻ അന്നേരം ഒരു വീഡിയോ ചെയ്യാം. റംബൂട്ടാനൊക്കെ കായ്ക്കുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.